പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് വിശ്വാസ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലൂടെ എന്ന വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്, ബേസാണ് വിശ്വാസ കാര്യങ്ങൾ എന്നുള്ളത്. ഒരു വ്യക്തിയുടെ വിശ്വാസ കാര്യങ്ങൾ ശരിയല്ലാതായി കഴിഞ്ഞാൽ, കുറ്റമറ്റതാകാതിരുന്നു കഴിഞ്ഞാൽ അവന്റെ ദീൻ തന്നെയാണ് പ്രശ്നത്തിലാവുന്നത്. ഏതുപോലെ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു വീടിന്റെ തറ അത് ബലമില്ലാതായി കഴിഞ്ഞാൽ, നല്ല രൂപത്തിൽ പണിയപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ആ വീട് മൊത്തം നല്ല രൂപത്തിലാകാതാകുന്നത് പോലെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായ വിശ്വാസകാര്യങ്ങൾ അത് കുറ്റമറ്റതാകുന്നതിനെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ദീൻ മൊത്തത്തിൽ മോശപ്പെടുകയും അല്ലെങ്കിൽ ദീൻ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ വരികയും ചെയ്തേക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീനിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾക്കാണ്. ഈ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന വിശ്വാസമേ ഞാൻ വിശ്വസിക്കാവൂ എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കുമാണ്. എന്ന് വെച്ചാൽ, ദീനിന്റെ വിശ്വാസമായി എന്റെ നാട്ടുകാർ വിശ്വസിക്കുന്ന വിശ്വാസമല്ല എനിക്ക് വേണ്ടത്. എന്റെ വാപ്പകാരണവന്മാര് എനിക്ക് പറഞ്ഞു തന്ന വിശ്വാസമല്ല എനിക്ക് എന്റെ വിശ്വാസമായി, ദീനിന്റെ വിശ്വാസമായി ഞാൻ വിശ്വസിക്കേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് വിശ്വാസമായി പറഞ്ഞു തന്നത് അതാണ് വിശ്വാസമായി വിശ്വസിക്കാൻ എനിക്ക് ബാധ്യതയുള്ളത് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ വിശ്വാസ കാര്യങ്ങൾ കുറ്റമറ്റതാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കുറ്റമറ്റതാക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള വഴിയാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു സംശയം വരും, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളാക്കുക? കാരണം ഈ ഉമ്മത്തിൽ നമ്മുടെ ചുറ്റുപാടും ഇറങ്ങിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലെ പല ആളുകളും പല വൈരുദ്ധ്യങ്ങളുള്ള, കിഴക്കും പടിഞ്ഞാറും തമ്മിൽ അന്തരങ്ങളുള്ള അത്രയും വൈരുദ്ധ്യങ്ങളായ വിശ്വാസങ്ങളിലേക്ക് പല വിദേഹത്തിന്റെ ആളുകളും ക്ഷണിക്കുമ്പോഴും അവർ അവരുടെ വിദേഹത്തിന് വരെ എന്ത് ചെയ്യുന്നുണ്ട്? തെളിവായിക്കൊണ്ട് ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. തികച്ചും യോജിക്കാത്ത, വളരെ വലിയ അന്തരങ്ങളുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കും അവരുടെ ആ വാദങ്ങൾക്ക് തെളിവായിക്കൊണ്ട് ഖുർആനും സുന്നത്തും കൂട്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപത്തിൽ തന്നെ വിശ്വാസം കൊണ്ടു നടക്കാൻ സാധിക്കുക? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കണേ. നമുക്ക് നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാക്കണം, കുറ്റമറ്റതാക്കണം, കലർപ്പില്ലാത്തതാക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ് വഴി എന്ന് നമുക്കറിയാം. ഓരോ മുസ്ലിമിനും അറിയാം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഓരോ മുസ്ലിമിനും വളരെ വ്യക്തമായി അറിയാം അവന്റെ വിശ്വാസം ശരിയാക്കാനുള്ള ഒരേ ഒരു വഴി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. പക്ഷേ വിഷയം എന്താന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന അതേ കാരണം പറഞ്ഞു തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സമൂഹത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതും ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചിട്ടും അല്ലെങ്കിൽ കള്ള ഹദീസുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടൊക്കെ തെറ്റായ വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ദീനായി എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, വലൈക്കും സലാം,
ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കെ നമുക്ക് എങ്ങനെയാണ് ശരിയായ വിശ്വാസം നിലനിർത്താൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം വളരെ സിമ്പിളാണ്. ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അറിവില്ലാത്ത, അറബി ഭാഷയോ ഒന്നും അറിയാത്ത ആളുകൾക്ക് ഖുർആന്റെ ആയത്തോതി എന്ത് ചെയ്യാൻ സാധിക്കും? അവരെ തെറ്റായ അർത്ഥം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹദീസുകൾ അത് സ്വഹീഹാണോ ദഈഫാണെന്നൊന്നും അതിന്റെ ഒരു അടിസ്ഥാനം അറിയാത്ത ആളുകളുടെ മുന്നിൽ കള്ള ഹദീസുകൾ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കും. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കാത്തൊരു വിഷയമുണ്ട് ദീനിൽ. അതിനാണ് ഇജ്മാ എന്ന് പറയാം. ഇജ്മാ എന്നുള്ളത് ദീനിൽ തെളിവാണ്. എന്താണ് ഇജ്മാ? ഒരു വിഷയത്തിൽ ഒരു കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരഭിപ്രായം ഉണ്ടാവുന്ന അത്തരം കാര്യങ്ങൾക്കാണ് എന്ത് പറയാ? ഇജ്മാ എന്ന് പറയാം. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം സ്വഹാബത്തിന് ഒരു വിഷയത്തിൽ ഒരു നിലപാടേ ഉള്ളൂ, രണ്ടാമതൊരു അഭിപ്രായമില്ല എങ്കിൽ ആ വിഷയത്തിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഈ ഇജ്മാ എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതൊരു സാധാരണക്കാരൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ന വിഷയത്തിൽ ഇജ്മാ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. അത് നമ്മൾ പിന്നീട് എന്ത് ചെയ്യും? ഉസൂൽ ഫിഖും അതുമായി ബന്ധപ്പെട്ട പിന്നീട് വിഷയങ്ങൾ പഠിക്കുന്ന സന്ദർഭം നമ്മൾക്കത് സൂചിപ്പിക്കാം. പക്ഷെ പറഞ്ഞു വരുന്നത് ഈ ഇജ്മാ എന്നുള്ളത് ഏറ്റവും ശക്തമായ തെളിവാണ് ദീനുൽ ഇസ്ലാമിൽ. അത് ഉസൂൽ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഉസൂൽ ഫിഖിൽ ഏറ്റവും ശക്തമായ തെളിവുകൾ വിശദീകരിക്കും. ഏറ്റവും ഒന്നാമത് എല്ലാ പണ്ഡിതന്മാരും കൊടുക്കുന്ന കാര്യമാണ് എന്ത്? ഏറ്റവും ഒന്നാമത് വരുന്നത് ഇജ്മാ. ഇജ്മാ ആണ് ഏറ്റവും ശക്തമായ തെളിവ്. ഒരായത്ത് ഇജ്മാന് എതിരാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ആ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല ആയത്തിനുള്ളതെന്നാണ്. ശരിക്കും മനസ്സിലാക്കണേ. ഒരായത്ത് ഇജ്മാന് എതിരാവുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിലാണോ എതിരാവും? ശരിക്കും എതിരാവലില്ല. പക്ഷെ നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ എതിരായി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ആയത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതുപോലല്ല. അതുപോലെ തന്നെ ഹദീസ്, സ്വഹീഹായ ഹദീസ് ഇജ്മാന് എതിരാവുന്നുണ്ടെങ്കിൽ, അത് നമ്മൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഹദീസിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതുപോലല്ല. അപ്പോ ഇജ്മാ എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾക്ക് മുന്നിലുള്ള ഒരു തുലാസാണ്. ഹക്കും ബാത്തിലും വേർതിരിക്കാൻ, അല്ലെങ്കിൽ ശരിയും തെറ്റും വേർതിരിക്കാൻ ഏതൊരു മുസ്ലിമിനും സാധിക്കുന്ന തരത്തിലുള്ള വ്യക്തമായ തെളിവാണ് ഇജ്മാ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഈ ആയത്താണ് ഇജ്മാഇന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് തെളിവ് പിടിക്കുന്നത്. എന്താ ആയത്തിന്റെ അർത്ഥം? സ്വഹാബത്തിനോട് അല്ലാഹ് പറയണത്, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ അഭിപ്രായ വ്യത്യാസമായ വിഷയം ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കുക. ഇതിലെവിടെ ഇജ്മാ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളോട്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങളൊരു വിഷയത്തിൽ തനാസു ആയിക്കഴിഞ്ഞാൽ, അഭിപ്രായ വ്യത്യാസത്തിലായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തെ എന്ത് ചെയ്യണം? ഖുർആൻ സുന്നത്തിലേക്ക് മടക്കണം. എന്തിന്റെ അർത്ഥം? അതിന്റെ വിപരീത അർത്ഥം എന്താന്ന് വെച്ചാൽ, സ്വഹാബത്തൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ലെങ്കിൽ അതാണെന്ത്? ശരിയായ നിലപാട്. അതെന്ത് ചെയ്യേണ്ട? പിന്നെ വീണ്ടും എന്ത് ചെയ്യേണ്ടതില്ല, അത് ഖുർആൻ സുന്നത്തിലേക്ക് മടക്കി പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഹക്കാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം എപ്പോഴും എന്തുണ്ടാവും? ഹക്കിലായിക്കൊണ്ടുണ്ടാവും. എപ്പോഴും ഉണ്ടാവും. എല്ലാവരും കൂടെ എന്താവൂല, ബാത്തിൽ ഒരുമിച്ച് ചേരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ എല്ലാ ആളുകളും ഒരുമിച്ച് എന്ത് ചെയ്യില്ല? ബാത്തിലിൽ ഒന്നിച്ച് ചേരൂല. എന്നുവെച്ചാൽ ഒരു വിഭാഗം എപ്പോഴും ഹക്കിലുണ്ടാവും. അതെന്തിനെ അറിയിക്കുന്നുണ്ട്? ഒരു മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും ഒരു വിഷയത്തിൽ ഒരൊറ്റ അഭിപ്രായമായി കഴിഞ്ഞാൽ അതിലേത് വിഭാഗം ഉണ്ടാവും? ഈ ഹക്കിൽ നിൽക്കുന്ന വിഭാഗം ഉണ്ടാവും. അപ്പൊ ആ ഒരു അഭിപ്രായം ഹക്കല്ലാതാവുകയില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലെ ഇജ്മാഅകൾ അത് പരിശോധിക്കുകയും ആ ഇജ്മാഇനെതിരാവുന്ന വിശ്വാസം എനിക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ വിശ്വാസങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഇജ്മാഇനോട് എതിരായി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, നമ്മുടെ വിശ്വാസത്തിൽ അഖീദയിൽ നമ്മൾ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള വിശ്വസിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഇജ്മാഇനെതിരായി കഴിഞ്ഞാൽ അപകടമാണ്. അത് അപകടമാണ്. അത് അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ആ എതിരാവലിൽ ഉദറില്ലാതെയാണ് നമ്മൾ എതിരാവുന്നതെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പോകുന്ന പഠിപ്പിച്ചെന്ന വിഭാഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഉൾപ്പെടാൻ സാധിക്കില്ല ഒരു ഇജ്മാഇനെതിരായി കഴിഞ്ഞാൽ. അപ്പോൾ വിഷയം വളരെ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇജ്മാഅകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്തിനാണ്? നമ്മൾ പഠിച്ചത് ശരിയായിരിക്കാം അല്ലാതിരിക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് എന്റെ വിശ്വാസം ശരിയാണ് എന്ന ഉറപ്പിലേക്ക് എത്താൻ വേണ്ടി ആ ഉറപ്പ് വേണം. ആ ഒരു ഉറപ്പ് നമുക്ക് വിശ്വാസത്തിന് അഖീദ എന്ന് പറയുന്നത് കൊണ്ടാണ്. അഖദ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടുന്ന ആ ഒരു കെട്ടിയിടുമ്പോൾ ഉണ്ടാകുന്ന ഉറപ്പ് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് വേണം. ഇതിങ്ങനെയാണ്, ഇതാണ് ശരി എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അങ്ങനെ ഉറപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? ഇജ്മാ. കാരണം ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം സമൂഹത്തിലെ അല്ലെങ്കിൽ സ്വഹാബത്തിന് എല്ലാവർക്കും ഈ നിലപാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിലപാടിലായിരുന്നു എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു ഉറപ്പ് നമുക്ക് വേറൊരു കാര്യം കൊണ്ടും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇജ്മാ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള എന്നാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ചില വിശ്വാസ മസ്അലകളാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇജ്മാ കടന്നു വരുന്ന ചില മസ്അലകൾ മാത്രം വളരെ വേഗത്തിൽ സൂചിപ്പിച്ചു പോവാണ്. നമ്മൾ പഠിച്ചതും നേരത്തെ കേട്ടതും പലപ്പോഴും അറിഞ്ഞിട്ടുള്ളതൊക്കെ ആയ പല വിഷയങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തലും ആ വിഷയത്തിൽ നമ്മൾക്കൊരു ഈമാനികമായ ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള സംസാരം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംസാരത്തിലൂടെ നമ്മുടെ വിശ്വാസം കുറ്റമറ്റതാക്കാനും ഈ ലഭിച്ച വിശ്വാസം അതിൽ യഖീനുള്ള രൂപത്തിൽ നമുക്കായിത്തീരാനും ഒക്കെ ഈ ഒരു സംസാരം സബബാക്കി തീർക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഹദീസുകൾ സ്വീകരിക്കുന്ന വിഷയമാണ്. ഹദീസ് നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്നുള്ളത് ഹദീസ് സ്വഹീഹായി കഴിഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കും. അത് ദീനിൽ പ്രമാണമാണ്. ഹദീസ് സ്വഹീഹാകുന്നത് എങ്ങനെയാണ്, ദഈഫ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ള ചർച്ച അതൊരു വിഷയം. ഉസൂൽ ഹദീസ് എന്നാ പറയാ അതിനെ ഉസൂൽ ഹദീസ് എന്നാ പറയാം. അതിലെ നിയമങ്ങൾ അതിലെ അടിസ്ഥാനങ്ങൾക്ക് പരിശോധിച്ച് അതിനോട് യോജിച്ചു വരുന്ന തരത്തിൽ ഒരു ഹദീസ് സ്വഹീഹായി കഴിഞ്ഞാൽ അത് ദീനിൽ പ്രമാണമാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. എന്ന് വെച്ചാൽ അവരങ്ങനെ സ്വഹീഹാക്കുമ്പോ എന്ത് ചെയ്യില്ല, ഖബറുൽ ആഹാദിനെ മാറ്റി നിർത്തൂല. ശ്രദ്ധിക്കണേ, എന്താണ് ഖബറുൽ ആഹാദ്? ഹദീസ് എന്ന് വെച്ച് ശ്രദ്ധിക്കണം. ഹദീസിന് രണ്ട് ഭാഗമുണ്ട്. ഒരു ഭാഗം എന്ന് പറഞ്ഞാല് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതൻ, ബുഖാരിയോ മുസ്ലിമോ ഏതെങ്കിലും പണ്ഡിതൻ, അദ്ദേഹത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തുന്ന ഒരു ചെയിനുണ്ട്, ഒരു പരമ്പര. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് കേട്ടു, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷെയ്ഖിൽ നിന്ന്, പിന്നെ അങ്ങനെ പോയി തബഉ താബിഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു പരമ്പരയ്ക്കാണ് എന്ത് പറയാ, സനദ് എന്ന് പറയാം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് ചെയ്തപ്പോൾ അദ്ദേഹം അംഗീകരിച്ചു. ഇങ്ങനെയുള്ള ഇതിനാണ് എന്ത് പറയാ, നമ്മൾ ഹദീസ് എന്ന് പറയുന്നത് ഈ ഭാഗത്തിനാണ്.
അതിനാണ് മത്തിനെന്ന് പറയാം. അതിനാണ് മത്തിനെന്ന് പറയാം. എന്ത് വിഷയം എന്ന് വെച്ചാല്, ബിദ്അത്തുകാരിൽ പല ആളുകളും അവർക്കിഷ്ടമില്ലാത്ത ഹദീസുകൾ തള്ളാൻ വേണ്ടി അവർ കണ്ടെത്തിയൊരു മാർഗമാണെന്ത്? ഖബറുൽ ആഹാദ് എന്ത് ചെയ്യാൻ പറ്റൂല? വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല. എന്തിൽ പറ്റും? ഫിഖ്ഹിൽ പറ്റും. എന്താ ഖബറുൽ ആഹാദ്? ഇങ്ങനെ ഈ സനദ്, നമ്മൾ പറഞ്ഞു സനദ് മത്തിന്, ഒരു സനദ് മാത്രമുള്ള മത്തിനാണ് എന്ത് പറയാ? ഖബറുൽ ആഹാദ് പറയാം. അല്ലെങ്കിൽ ശരിക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുത്തവാത്തിർ അല്ലാത്ത ഹദീസുകൾക്കാണ് എന്ത് പറയാ എന്ന് വെച്ചാല് ഒന്നോ രണ്ടോ മൂന്നോ സനദുകൾ മാത്രമേ ഖബറുൽ ആഹാദിന് ഉണ്ടാവുള്ളൂ. വളരെ ചുരുക്കം സനദുകൾ മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള എന്ത് ചെയ്യാൻ പറ്റൂല? ഹദീസുകൾ വിശ്വാസകാര്യങ്ങളിൽ തെളിവിനെടുക്കാൻ പറ്റുകയില്ല, കൊള്ളുകയില്ല എന്ന വാദം അഹ്ലുസുന്നത്തിന്റെ വാദമല്ല. അഹ്ലുസുന്നത്തിന്റെ വാദമല്ല. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, ഇന്ന് നമ്മുടെ നാട്ടിൽ സലഫികളാണെന്ന് വാദിക്കുന്ന ആളുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഖബറുൽ ആഹാദ് വിശ്വാസകാര്യങ്ങളിൽ പറ്റൂല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. വിശ്വാസകാര്യങ്ങളിൽ, വിശ്വാസം എന്നല്ല, ഏത് വിഷയത്തിലും ദീനിൽ മൊത്തത്തിൽ ഒരു ഹദീസ് സ്വഹിയായി കഴിഞ്ഞാൽ അത് ദീനിൽ പ്രമാണമാണ്. അത് ദീനിൽ പ്രമാണമാണ്. ഖബറുൽ ആഹാദ്, മുത്തവാത്തിർ എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. ചുരുക്കത്തിൽ സനദിന്റെ എണ്ണം കുറവായിരിക്കും. ചിലപ്പോൾ ഒരൊറ്റ സനദ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഹദീസുകൾ വിശ്വാസകാര്യങ്ങളിൽ തെളിവിനെടുക്കാൻ പറ്റൂല എന്നുള്ള വാദം അഹ്ലുസുന്നത്തിന്റെ വാദമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സ്വഹീഹായി കഴിഞ്ഞാൽ അത് ദീനിൽ പ്രമാണമാണ്. അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കലും അമല് ചെയ്യലും നിർബന്ധമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും. നമ്മുടെ നാട്ടില് തൗഹീദുൽ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് ഒരുപാട് സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് എന്ത്? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. തൗഹീദിന്റെ 3 ഇനങ്ങളിൽ ഒരു ഇനമാണെന്ത്? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. ഇത്രയധികം പ്രാധാന്യമുള്ള വിഷയമായിരുന്നിട്ട് കൂടെ നമ്മുടെ നാട്ടിൽ ഇത് അതിനർഹിക്കുന്ന പരിഗണന എന്ത് ചെയ്തിട്ടില്ല? ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്താണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ചില വിശേഷണങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു പറയാണ് അള്ളാഹുവിന് ഇന്നതുണ്ട്, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അള്ളാഹുവിന് ഇന്ന വിശേഷണം, അള്ളാഹുവിന് ഇന്ന നാമങ്ങളുണ്ട്. ഇത് അങ്ങനെ തന്നെ വിശ്വസിക്കൽ നമ്മൾക്ക് ബാധ്യതയാണ്. ഇതങ്ങനെ തന്നെ വിശ്വസിക്കൽ നമ്മൾ കാണാത്തൊരു കാര്യം റസൂല് പറഞ്ഞാൽ നമ്മളെ ബാധ്യത എന്താ? സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. മലക്കുകളുണ്ടെന്ന് പഠിപ്പിച്ചു, നമ്മൾ മലക്കുകൾ കണ്ടിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് അറിഞ്ഞാൽ നമ്മൾ സത്യപ്പെടുത്തണം, നിർബന്ധമാണ്. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. നേരിട്ട് അറിയാനുള്ള മറ്റ് സംവിധാനങ്ങളുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹുവോ അല്ലെങ്കിൽ അവന്റെ റസൂലോ ഒരു കാര്യം അറിയിച്ചു തന്നാൽ നമ്മുടെ ബാധ്യത അത് സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ബാധ്യത അത് സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നാൽ അള്ളാഹുവിന് മുഖമുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പഠിപ്പിച്ചു തന്നാൽ അള്ളാഹുവിന് കൈയുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്ത് ഇറങ്ങും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പക്ഷേ നമ്മൾ ഒരിക്കലും ഇത് വിശ്വസിക്കുമ്പോൾ ചിന്തിക്കരുത് നമ്മൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികൾ ഇറങ്ങുന്ന പോലെയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികളുടെ മുഖം പോലെയാണ്, മറ്റേതെങ്കിലും സൃഷ്ടികളുടെ കൈ പോലെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചിന്തിക്കാൻ പാടില്ല. പക്ഷെ കൈയുണ്ടോ? കൈയുണ്ട്. മുഖമുണ്ടോ? മുഖമുണ്ട്. അള്ളാഹു ഇറങ്ങുമോ? ഇറങ്ങും. അങ്ങനെ തന്നെ വിശ്വസിക്കണം. പക്ഷെ എങ്ങനെ ഇറങ്ങും? അള്ളാഹു നമുക്കറിയില്ല.
നമുക്കത് അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന് കൈയുണ്ടോ? കൈയുണ്ട്. കൈയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. 2 കൈകളുണ്ട് അള്ളാഹുവിന് 2 കൈകളുണ്ട്. അള്ളാഹുവിന് 2 കൈകളുണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കും. പക്ഷെ ആ 2 കൈകൾ എങ്ങനെയാണ് നമുക്കറിയില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളിൽ അത് സത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. സത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണം അത് നിഷേധിക്കുക എന്നുള്ളത് കുഫറാണ്. അതിൽ ഇജ്മാ ഉണ്ട്. അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണം അത് നിഷേധിക്കുക ഒരാൾ. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറയുമ്പോൾ ബൽ യദാഹു മബ്സൂത്തത്താൻ ആയത്തും ഹദീസൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞേ അള്ളാഹ്ക്ക് കൈയൊന്നുമില്ല നിഷേധിക്കുകയാണെങ്കിൽ ആ നിഷേധം കുഫറാണ്. അത് കുഫറാണെന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു തന്നുവോ, എന്ത് അറിയിച്ചു തന്നുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് നമുക്ക് പറഞ്ഞു തന്നുവോ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. സ്വഹാബത്തിനിടയിൽ ഈ വിഷയത്തിൽ എന്തില്ല? അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്തിൽ? അതിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയുന്ന അർത്ഥമാണ്. കൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താ കൈ? കേൾവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാഴ്ച, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന. പക്ഷെ അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറയുമ്പോൾ അതിന് രൂപം നമുക്കറിയില്ല. അത് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ. നമുക്കത് എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹു നമുക്കത് എന്ത് ചെയ്തിട്ടില്ല? അറിയിച്ചു തന്നിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തൗഹീദുൽ അസ്മാ വ സിഫാത്തിൽ തീരെ പരിഗണന കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചരിക്കുന്നൊരു കാര്യമാണ് എന്ത്? വഹ്ദത്തുൽ വജൂദ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ? അദ്വൈത സിദ്ധാന്തം എന്ന് പറയാം. എന്നുവെച്ചാൽ റബ്ബൊന്ന്, സൃഷ്ടാവൊന്ന്, സൃഷ്ടി ഒന്ന്, അങ്ങനെ രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ, രണ്ടും ഒന്ന് തന്നെ എന്നുള്ള വാദം. അത് കുഫറാണ്. അത് കുഫറാണ്. മറിച്ച് സൃഷ്ടികൾ വേറെ, സൃഷ്ടാവ് വേറെ എന്നുള്ളതിൽ അഹ്ലുസുന്നത്തിന് ഇജ്മാ ഉണ്ട്. രണ്ടും രണ്ടാണ് എന്നുള്ളതിൽ അഹ്ലുസുന്നത്തിന് എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഇന്ന് പല ആളുകളോടും അള്ളാഹ് എവിടെ ചോദിച്ചാൽ എന്താ പറയാ? മണ്ണിലും മുന്നിലും തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറയും. മുസ്ലിമീങ്ങളുടെ കാര്യം ഞാൻ പറയും. അത് കുഫറാണ് ആ വാക്ക്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, സൃഷ്ടികളായിട്ട് ഇടകലർന്ന് കൂടിക്കലർന്ന് നിൽക്കുന്നവനല്ല. സൃഷ്ടികൾ വേറെ, സൃഷ്ടാവ് വേറെ. അങ്ങനെയാണ് എന്നുള്ളതിൽ അഹ്ലുസുന്നത്തിന് എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അഹ്ലുസുന്നത്തിന് ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങൾ, മുഖം, അതുപോലെ തന്നെ 2 കൈകൾ, അതുപോലെ തന്നെ അള്ളാഹു തൃപ്തിപ്പെടും, അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹു ഒരാളെ വെറുക്കും, ദേഷ്യപ്പെടും, ഇതൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. ഇതൊക്കെ അള്ളാഹുവിനുണ്ട്, ഈ വിശേഷണങ്ങളെല്ലാം. അതെങ്ങനെയാണോ അത് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അള്ളാഹു തൃപ്തിപ്പെടുന്നു പറഞ്ഞാൽ തൃപ്തിപ്പെടുന്ന തന്നെ വിശ്വസിക്കണം. അതെങ്ങനെ തൃപ്തിപ്പെടുക? നമ്മൾ തൃപ്തിപ്പെടുന്ന പോലെയല്ല, സൃഷ്ടികൾ തൃപ്തിപ്പെടുന്നത് പോലെയല്ല. പക്ഷെ തൃപ്തിപ്പെടുമോ? തൃപ്തിപ്പെടും. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹു വരും എന്നുള്ളത് ഖിയാമത്ത് നാളിൽ ഈ വിചാരണയ്ക്ക് വേണ്ടി വിശ്വസിക്കണം. എല്ലാ ദിവസവും അവസാനത്തെ 1/3 ശേഷിക്കുന്ന സമയത്ത് 1-ാം ആകാശത്തേക്ക് ഇറങ്ങും. ആ ഇറങ്ങുക എന്നുള്ളത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം.
ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെതായി വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. അള്ളാഹു ചിരിക്കുന്നുള്ളത് ശ്രദ്ധിക്കണേ. അള്ളാഹു ചിരിക്കും. ഇതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. ഇതെല്ലാം ഇജ്മാ ഉള്ള വിഷയം. ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത എന്തുകൊണ്ടെന്നറിയോ? ചിരി എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം ഒരു ചിരി ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മനുഷ്യന്റെ ചിരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിന്റെ ചിരി. ഈ ചിരിയായിട്ട് കണക്ട് ചെയ്യാതിരുന്നാൽ മതി. ചിരി എന്നുള്ളത് ആ ഒരു എന്താ പറയാ, ഒരു പ്രവർത്തനം, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ജീവിയുമായിട്ട് എന്ത് ചെയ്യാതിരുന്നാൽ മതി, കണക്ട് ചെയ്യാതിരുന്നാൽ മതി. ആ ചിരി എന്നുള്ളത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു ചിരിക്കും. അതങ്ങനെ തന്നെ എന്ത് ചെയ്യണം, വിശ്വസിക്കണം. ഇതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹു ഉപരിയിലാണെന്നുള്ളത്, ഒലുവ്, അള്ളാഹുവിന്റെ ഒലുവ്, ഇതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. അള്ളാഹു അർഷിന് മുകളിൽ ഇസ്തിവ ആയി. അർ റഹ്മാനു അലൽ അർഷി ഇസ്തവ. ഇസ്തവ എന്നുള്ളത് അതിന്റെ അർത്ഥം മുകളിലായി, ഉപരിയിലായി എന്നുള്ളതാണ്. എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. ഇസ്തവ എന്നുള്ളതിന് എന്താ പല ആളുകളും അർത്ഥം കൊടുക്കുക, അർഷിനെ അതിജയിച്ചു എന്നാ. ആ അർത്ഥം അഹ്ലുസുന്നത്തിന്റെ അർത്ഥമല്ല, ശരിയായ അർത്ഥമല്ല. മറിച്ച് അർഷിന്റെ മുകളിൽ ഒരു പ്രത്യേക രൂപത്തിൽ ഉപരിയിലായി എന്നുള്ളതാണ് എന്ത്, ഇസ്തവ എന്നുള്ളതിന്റെ അർത്ഥം. ഇതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ അള്ളാഹു സംസാരിക്കുന്നുള്ളു, കലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, സംസാരിക്കും. സംസാരിക്കും എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ, നമ്മുടെ നാട്ടിലെ അശ്ശരികളൊക്കെ എന്ത് ചെയ്യും, അതിനെ വളച്ചൊടിച്ചിട്ട് എന്ത് ചെയ്യും, മനസ്സുകൊണ്ടുള്ള സംസാരം നടത്തും. അപ്പൊ പിന്നെ ഉണ്ടെങ്കിലും കണക്കാണല്ലോ. ഇവിടെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ശബ്ദം കേൾക്കപ്പെടുന്ന സംസാരം, ഹർഫുകളുള്ള സംസാരം, മനസ്സിന്റെ സംസാരമല്ല. അത് ഇങ്ങനെ ഹർഫും സൗത്തും ഉള്ളതാണ് അള്ളാഹുവിന്റെ സംസാരം എന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അതിൽ ഹർഫും സൗത്തും ശബ്ദവും അടങ്ങിയതാണ് സംസാരം എന്നുള്ളതിൽ എന്തുണ്ട്, അഹ്ലു സുന്നത്തിന് ഇജ്മാ ഉണ്ട്. ഒക്കെ ശ്രദ്ധിക്കണേ, ഓരോന്നും നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്നും അത് സൃഷ്ടിയല്ലെന്നും ഉള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. അതിലും ഇജ്മാ ഉണ്ട്. ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് അസ്മാവ സിഫാത്തിൽ അതൊരൊറ്റൊരു അസർ പഠിച്ചാൽ മതി. ഏതാണ് അസർ? ഇമാം മാലിക് റഹിമഹുള്ളാഹിന്റെ അടുക്കല് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ കൈഫ ഇസ്തവ. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് റഹ്മാനായ റബ്ബ് അർഷിന്റെ മുകളിൽ ഇസ്തിവ ആയി. എങ്ങനെയാണ് ഇസ്തിവ ആയി എന്ന് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമാം മാലിക് റഹിമഹുള്ളാഹിന്റെ മജ്ലിസിൽ മസ്ജിദ് നബവിയിൽ വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്ന വാക്ക് ശരിക്കും പഠിച്ചു വെക്കണം. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്മാവ സിഫാത്തിലുള്ള മൊത്തത്തിലുള്ള നിലപാട്. ഈ ഒരു അസർ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അസ്മാവ സിഫാത്ത് ക്ലിയറായി. തൗഹീദുൽ അസ്മാവ സിഫാത്ത് എന്നുള്ള ആ പ്രധാനപ്പെട്ട ഭാഗം അത് ക്ലിയറാക്കാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറയുന്നത്? അൽ ഇസ്തിവാഉ മഅലൂം. അൽ ഇസ്തിവാഉ മഅലൂം. ഇസ്തിവ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭാഷയിൽ അറിയപ്പെട്ടാണ്. ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം എന്താന്നുള്ളത് അറിയപ്പെട്ട കാര്യം. വൽ കൈഫു മജ്ഹൂലും. വൽ കൈഫു മജ്ഹൂലും. അത് എങ്ങനെ അള്ളാഹു എങ്ങനെ ഇസ്തിവ ആയി എന്നുള്ള ആ രൂപം എന്താണ്, മജ്ഹൂലാണ്. അതെന്ത് ചെയ്തിട്ടില്ല, നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വൽ ഈമാനു ബിഹി വാജിബ്. അതിൽ വിശ്വസിക്കുക എന്നുള്ള നിർബന്ധമാണ്. അള്ളാഹു ഇസ്തിവ ആയിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ. അതേപ്പറ്റി ചോദിക്കുക, അതെങ്ങനെ ആയി, ഏത് രൂപത്തിലായി, ഇങ്ങനെയാണോ ആയത്
ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് ബിദാത്താണ്. സഹാബത്തിൽ ഒരാളും ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊരിക്കലും ചോദിച്ചിട്ടില്ല, എങ്ങനെ റസൂലെ ഇവിടെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമ്പോൾ അമേരിക്കയില് പകലല്ലേ, ഇവിടെ അങ്ങനെയല്ലേ എന്നൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒരാളും ചോദിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്കറിയാം ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, അള്ളാഹുവിന് സാധിക്കാത്തതായി ഒരു കാര്യമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, അവർ ചോദിച്ചിട്ടില്ല. ഇത് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വിശേഷങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൃഷ്ടിയുമായി അത് കണക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക. അത് കണക്ട് ചെയ്യാതെ ആ ഒരു വിശേഷണത്തെ വിശേഷണമായി തന്നെ മനസ്സിലാക്കുകയും അത് റബ്ബിന് എങ്ങനെ യോജിക്കുമോ ആ രൂപത്തിൽ വിശ്വസിക്കുകയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ഓരോ വിശേഷണങ്ങളും അള്ളാഹു ഉപരിയിലായി എന്ന് പറയുമ്പോൾ എങ്ങനെ ഉപരിയിലായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉപരിയിലാവുക എന്നുള്ള അർത്ഥം നമുക്കറിയാം. ഉപരിയിലാവുക എന്ന് പറഞ്ഞാൽ ഭാഷയിൽ എന്താ അർത്ഥം? മുകളിലാവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അർശിന്റെ മുകളിലായി അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മുകളിലായി എന്നുള്ളത് വിശ്വസിക്കുന്നതിനോടൊപ്പം ഏതെങ്കിലും ഒരു സൃഷ്ടി മുകളിലാവുന്നത് പോലെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. അവിടെയാണ് വിഷയം വരിക. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ എന്ത് ചെയ്തത്, ഈ എതിർക്കുന്ന ആളുകളൊക്കെ എതിർക്കാനുണ്ടായ കാരണം ഈ ഒരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, എത്രത്തോളം ഖുർആനിൽ വ്യക്തമായി വന്നിട്ടുള്ള പല കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, എതിർത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമായി എന്ത് ചെയ്തു, അദ്ദേഹത്തോട് സംസാരിച്ചു. കല്ലമ അല്ലാഹു മൂസ തക്ലീമ. ഈ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾ പറയത്തില്ല സംസാരിച്ചിട്ടില്ല എന്ന്. അതിനെ എതിർക്കുന്നത് കുഫറാണ്. ഇജ്മാ ഉണ്ട്. മൂസ അലൈഹിസ്സലാമയോട് അള്ളാഹു സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്താ, കുഫറാണ്. അത് കുഫറാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ത്, അസ്മാ സിഫാത്തുകളെ യോജിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാമത്ത് നാളിൽ മുഅ്മിനുകൾ എന്ത് ചെയ്യും, കാണും എന്നുള്ളത്. അതിൽ ഇജ്മാ ഉണ്ട്. മുഅ്മിനുകൾ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാമത്ത് നാളിൽ കാണും എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എന്ത് ചെയ്യില്ല, കാണൂല എന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. ദുനിയാവിൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇസ്രാ മിഅ്റാജിന്റെ അന്ന് കണ്ണുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതിലും എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. ഖൽബ് കൊണ്ടാണ് കണ്ടത് എന്നുള്ളതാണ് ആ വിഷയത്തിലുള്ള നിലപാട്. അതുപോലെ തന്നെ ഖദറിലുള്ള വിശ്വാസം, എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ടോ ആ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പേ അള്ളാഹുവിന് അത് അറിയാമെന്നുള്ളതിൽ എന്തുണ്ട്, അഹ്ലു സുന്നത്തിന് ഇജ്മാ ഉണ്ട്. നടന്നു കഴിഞ്ഞിട്ടല്ല അള്ളാഹ് അറിയാം, ആ കാര്യം നടക്കുന്നതിന് മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് അറിയാം എന്ന് മാത്രമല്ല, ആ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഖലമിനോട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെക്കാൻ കൽപ്പിക്കുകയും അത് എല്ലാം അവിടെ എഴുതി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇവിടെ സംഭവിക്കുമോ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ രേഖപ്പെടുത്തി വെച്ചതല്ലാത്ത ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല, നടക്കുന്നില്ല.
അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചാലേ ആ കാര്യം ഇവിടെ നടക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് ഇവിടെ സംഭവിക്കുകയുമില്ല. എന്നുവെച്ചാൽ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ്. എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ്. നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ ഇതൊക്കെ സംഭവിക്കുന്ന അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉദ്ദേശം എന്നുള്ളത് രണ്ട് ഉദ്ദേശമാണ്. ഒന്നാമത്തത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലുള്ള ഉദ്ദേശം, അതിനാണ് ഇറാദ ശർഈയ എന്ന് പറയാം. എന്നാൽ മറ്റൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അതിന് നേർക്കുനേർ ഇഷ്ടപ്പെടുന്നതല്ലെങ്കിലും അത് സംഭവിക്കാൻ റബ്ബ് എന്ത് ചെയ്തിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, അതിനാണ് ഇറാദ കൗനിയ എന്ന് പറയാം. ഇത് ഏത് രണ്ട് തരത്തിലുള്ളതാണെങ്കിലും ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ അള്ളാഹു ഈ ഇറാദ കൗനിയ ആയിട്ടുള്ള ഒരു ഇറാദ വരാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ദുനിയാവിൽ നടക്കുന്നില്ല. ഇറാദ കൗനിയ എന്ന് പറഞ്ഞ ആ ഉദ്ദേശം അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ഈ ദുനിയാവിൽ നടക്കുകയില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ തിന്മകൾക്ക് ഖദറിനെ തെളിവ് പിടിക്കുക എന്നുള്ളത് ബാത്തിലാണ് എന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. നമ്മളൊരു തിന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, തിന്മയൊന്നും തൗബയൊന്നും ചെയ്യുന്നില്ല. എന്താ നീ അത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നീ എന്താണെന്ന് തൗബ ചെയ്യാത്ത ചോദിച്ചാൽ, ഇതെനിക്ക് റബ്ബ് ഖദറാക്കിയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയൽ ബാത്തിലാണ് എന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൃഷ്ടികൾ പടപ്പുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു മശീഅത്ത് ഉദ്ദേശവും അതുപോലെ തന്നെ ഇറാദത്ത് തെരഞ്ഞെടുക്കാനുള്ള കഴിവൊക്കെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹു നമ്മളെ എന്ത് ചെയ്യുന്നല്ല, നരകക്കാരനാകാൻ വേണ്ടി നരകക്കാരനാക്കുന്നതല്ല, നരകക്കാരനാക്കുന്നതല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മുന്നിൽ എന്ത് ചെയ്യും, രണ്ട് വഴിയും വ്യക്തമാക്കി തരും. ഫഹദൈനാഹു നജ്ദൈൻ, അല്ലെങ്കിൽ ഇന്നാ ഹദൈനാഹു സബീൽ, ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ എന്ന് പറഞ്ഞതുപോലെ രണ്ടും വ്യക്തമാക്കി തരിക എന്നുള്ള അള്ളാഹുവിന്റെ ബാധ്യതയാണ്. വഇന്ന അലൈന ലൽ ഹുദ. ഇതിൽ ഏതാണ് തെരഞ്ഞെടുക്കുന്നത്, നരകത്തിന്റെ വഴി തെരഞ്ഞെടുത്ത് നരകത്തിലേക്ക് പോകാനുള്ള ആളുകളുടെ പ്രവർത്തനം ചെയ്യുന്ന നമ്മളാണ്. പക്ഷെ ഇത് അള്ളാഹുവിന് എന്തറിയാം, നേരത്തെ അറിയാം നമ്മൾ ഏതാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഏതാണ് തെരഞ്ഞെടുക്കാൻ പോവാന്നുള്ളത് അള്ളാഹുവിന് നേരത്തെ അറിയാം. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ വിഷയം ഒരിക്കലും എന്തല്ല, നമ്മൾക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലാതെ നമ്മളെ നിർബന്ധിപ്പിച്ച് സ്വർഗക്കാരന്റെ പ്രവർത്തനം ചെയ്ത് സ്വർഗത്തിന്റെ പ്രതിഫലം നമ്മൾക്ക് തരികയല്ല. നരകക്കാരുടെ പ്രവർത്തനം ചെയ്ത് നരകത്തിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയില്ല. അത് അങ്ങനെ ചെയ്യുന്നത് എന്താ, ഒരാൾ നരകത്തിൽ വെന്തെരിയാൻ അർഹനായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ നരകത്തിൽ പ്രവേശിക്കുന്നത്. അതിന് മാത്രം തെമ്മാടിത്തരങ്ങൾ അവന്റെ ഇഷ്ടപ്രകാരം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അങ്ങനെ തന്നെ, റബ്ബ് അങ്ങനെ തന്നെ അവനെ നിർബന്ധിച്ചാക്കിയതാണെങ്കിൽ അവനാ പ്രതിഫലത്തിന് എങ്ങനെ അർഹനാവുക? അപ്പോൾ ഓരോ അടിമകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശം നൽകി തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈമാന്റെ വിഷയം, ഈമാൻ എന്നുള്ളത് അതിൽ നാവിന്റെ സംസാരം ഈമാനിൽ പെടും.
ഹൃദയത്തിലുള്ള വിശ്വാസം പിന്നെ എല്ലാവരും ഈമാനിൽപ്പെടുന്ന അംഗീകരിക്കുന്ന കാര്യം. നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവും എന്തിൽപ്പെടും? ഈമാനിൽപ്പെടും. ഇതിലൊക്കെ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ ഈമാൻ എന്ത് ചെയ്യും? കൂടുകയും കുറയുകയും ചെയ്യും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എതിരാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈമാന്റെ അളവ് കുറയുകയും ചെയ്യും. ഇതിലൊക്കെ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഇതിലൊക്കെ ഇജ്മാ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു തിന്മ കൊണ്ട് എന്ത് ചെയ്യില്ല, ഒരാളുടെ ഈമാൻ പൂർണ്ണമായും ഇല്ലാതാവുകയില്ല. എങ്ങനത്തെ തിന്മയല്ലാതെ? പൂർണ്ണമായും ഈമാൻ നഷ്ടപ്പെടുന്ന തിന്മകളാണെന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളല്ലാതെ. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ ശിർക്ക്, വലിയ കുഫർ, വലിയ നിഫാഖ്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള തിന്മകൾ കൊണ്ട് എന്ത് ചെയ്യില്ല, ഒരാളുടെ ഈമാൻ പൂർണ്ണമായും നഷ്ടപ്പെടുകയില്ല. ഇതിലൊക്കെ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾ മനസ്സിൽ സത്യപ്പെടുത്തിയാൽ അവന്റെ ഈമാൻ അവന് ഉപകരിക്കുകയില്ല എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ശ്രദ്ധിക്കണേ, ഒരാൾ മനസ്സുകൊണ്ട് സത്യപ്പെടുത്തണം ഇത് ശരിയാണ്, ഇസ്ലാം ശരിയാണ് എന്നെന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് സത്യപ്പെടുത്തണം. അവന് ഷഹാദത്ത് കലിമ നാവുകൊണ്ട് ഉച്ചരിക്കാൻ സാധിച്ചിട്ടും അവൻ എന്ത് ചെയ്തിട്ടില്ല, അത് ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല, ആ സത്യപ്പെടുത്തൽ അവൻ ഉപകരിക്കുകയില്ല എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ആരെ പോലെ? അബൂ ത്വാലിബിനെ പോലെ. അബൂ ത്വാലിബിന് എന്തറിയാ? ഇതാണ് ശരി എന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആ റിവായത്ത് സ്വഹീഹാണെന്ന് അറിയില്ല. അത് ശരിയാണെന്ന് ആർക്കറിയായിരുന്നു? അബൂ ത്വാലിബിന് അറിയാതെ അംഗീകരിച്ചിരുന്നു മനസ്സുകൊണ്ട്. ആ അംഗീകാരം കൊണ്ട് അദ്ദേഹം മുസ്ലിമായി മാറിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാമിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരാൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്താവൂല? മുസ്ലിം ആവൂല. അതിലെന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ ഒരാൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, എന്നിട്ട് അയാൾ ഒരു കാര്യം ഒന്നും ചെയ്യുന്നില്ല, ദീനിന്റേതായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു കാര്യവും അയാൾ ചെയ്യുന്നില്ല. ഷഹാദത്ത് കലിമ ഉച്ചരിച്ചത് കൊണ്ട് പുതുതായി എന്തെങ്കിലും അവൻ മുസ്ലിം ആയെന്നുള്ള നിലയ്ക്ക് ബാധിതയാവുന്ന എന്തെങ്കിലും ഒരു പുതിയ കാര്യം അവന്റെ ജീവിതത്തിൽ വരുന്നേ ഇല്ലെങ്കിൽ അവൻ ആ ഉച്ചരിച്ചത് എന്താവൂല, ഉപകാരപ്പെടൂല എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. പക്ഷെ ഒരാൾ ഇങ്ങനെ ജീവിച്ചിങ്ങനെ വരുന്ന ഇടയിൽ എന്ത് ചെയ്തു? ഷഹാദത്ത് കലിമ ചൊല്ലി, പിന്നെ അവന്റെ ജീവിതം മുമ്പത്തെ പോലെ തന്നെ, യാതൊരു മാറ്റമില്ല, നിസ്കാരം പോലുമില്ല, ഒരു മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ എന്തായിട്ടില്ല, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾക്ക് നേരിട്ട് അറിയാൻ സാധിക്കാത്ത വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സത്യപ്പെടുത്തുക എന്നുള്ള നമ്മുടെ ബാധ്യത അല്ലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടാനുള്ള സംഭവം നമുക്കറിയാം. ഇസ്രാ മിഅ്റാജിന്റെ പിറ്റേന്ന് നടന്ന സംഭവം. അദ്ദേഹം പറഞ്ഞ എന്താ അവസാനം? ഇൻകാന ഖദ് ഖാലഹു ഫഖദ് സദഖ്. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം. ഈ ഒരു നിലപാടാണ് നമുക്ക് വേണ്ടത്. ഇത് അഹ്ലുസുന്നത്തിന്റെ നിലപാടാണ്. എന്നാൽ പല ഹദീസുകളോടും പല ആയത്തുകളോടും അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ സയൻസിന്റെ തിയറിക്ക് എതിരാവുന്നുണ്ട് എന്നുള്ള പല മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് മുസ്ലിമീങ്ങളാണെന്നും സലഫികളാണെന്നും പറയുന്ന ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. പല ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാം മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചുള്ള ഹദീസ്.
അതൊരാൾ നിഷേധിച്ചാൽ അവൻ ബിദഅത്തുകാരനാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. ഒരുത്തൻ ആ സംഭവം നിഷേധിക്കുകയാണ്, അങ്ങനൊന്നുമില്ല, പിന്നെ എന്തായി പറയുന്നു, മലക്കുൽ മൗത്തിനെ കണ്ണടിച്ചു, അങ്ങനെ ഒരുത്തൻ വിശ്വസിക്കാതെ നിഷേധിക്കുകയാണെങ്കിൽ അവൻ ബിദഅത്തുകാരനാണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ ദജ്ജാല് പുറപ്പെടുന്നു പറയുമ്പോൾ അത് എന്താണ്, പ്ലേഗാണ് അല്ലെങ്കിൽ കൊറോണയാണ്, ഇങ്ങനെയൊക്കെ. ദജ്ജാൽ എന്നൊരു വ്യക്തി ഒരു പടപ്പ് എന്ത് ചെയ്യും, ഇന്ന പല പല പ്രത്യേകതകളായിട്ട് അവൻ പുറത്തേക്ക് വരും എന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കണം, അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനിക്കണ്ട. എങ്ങനെ ആകാശത്തേക്ക് എങ്ങനെ ഉയർത്തിയോ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, അള്ളാഹു ഇറക്കും, അങ്ങനെ തന്നെ അള്ളാഹു താഴേക്ക് ഇറക്കും. അതെന്ത് ചെയ്യണം, ഇതിലൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ യഅജൂജ് മഅജൂജ് അല്ലെ, വലിയൊരു വിഷയമാണ്. അതിന് പലതാണ്, അവരാണ് ഇവരാണെന്നൊക്കെ പറഞ്ഞ് അത് എന്താ പറയാ പലതരത്തിൽ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യഅജൂജ് മഅജൂജ് എന്നുള്ളത് ആദം അലൈഹിസ്സലാമയുടെ മക്കളിൽ പെട്ടെന്ന് വെച്ചാൽ മനുഷ്യന്മാരിൽ പെട്ടതാണെന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. യഅജൂജ് മഅജൂജ് എന്നുള്ള ആ വലിയ രണ്ട് സമൂഹം അത് മനുഷ്യ സമൂഹങ്ങളിൽപ്പെട്ട രണ്ട് സമൂഹമാണെന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ് എന്ത്, ഖബർ ജീവിതം എന്നുള്ളത്. ഖബറിൽ ശിക്ഷയും അതുപോലെ തന്നെ ആസ്വാദനങ്ങളും ഉണ്ട് എന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. എന്ന് വെച്ചാൽ രണ്ട് മലക്കുകൾ കടന്നു വരികയും മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക എന്നീ ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് ഒരു സ്വർഗത്തിന്റെ സാമ്പിള്, റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അങ്ങനെ അതിന് ഉത്തരം പറയാൻ സാധിക്കാത്ത ആളുകൾക്ക് ഹുഫറത്തുൻ മിൻ ഹുഫറിൻ നീറാൻ, നരകത്തിന്റെ തീക്കുണ്ടാരങ്ങൾപ്പെട്ടൊരു തീക്കുണ്ടാരം, ഒരു സാമ്പിള്, ഇവന് സ്വർഗത്തിന്റെ സാമ്പിള്, നരകത്തിന്റെ സാമ്പിള്. ഇതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. ഇതെല്ലാം ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഭരണശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങൾ പോലും ഉണ്ട്. പക്ഷെ പലതരത്തിലാണ് ദുർവ്യാഖ്യാനിക്കുക. ആത്മാവ് മാത്രമേ പുനരുജ്ജീവിപ്പിക്കപ്പെടുള്ളൂ, ശരീരമില്ല എന്ന് പറഞ്ഞാലും എന്താ, ഇജ്മാനെതിരാ. ഇജ്മാ ഉള്ളത് ആത്മാവും ശരീരവും ഒക്കെ ഒരുമിച്ച്. എത്രത്തോളം ഇജ്മാ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നഗ്നപാതരായി ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി ഒന്നുമില്ലാതെയാണ് എന്ത് ചെയ്യുക, അവര് ആദ്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു ആ രൂപത്തിൽ തന്നെ അങ്ങനെ തന്നെ അതിലും എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. അതിലും എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ മീസാന്റെ വിഷയം. മീസാൻ എന്ന് പറഞ്ഞാൽ രണ്ട് തട്ടുകളുള്ള, ആ രണ്ട് തട്ടുകളെയും യോജിപ്പിക്കുന്ന ഒരു ഭാഗമുള്ള അങ്ങനത്തെ ഒരു മീസാനാണെന്നുള്ളതിൽ എന്തുണ്ട്, ഇജ്മാ ഉണ്ട്. ചില ആളുകൾ മീസാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു എന്ത് ചെയ്യും, അവന്റെ നീതിയാണ് അറിയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശരിക്കും രണ്ട് തട്ടുകളുള്ള ഒരു മീസാൻ, അത് അങ്ങനെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇജ്മാ ഉള്ള വിഷയം. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഏടുകൾ നിവർത്തപ്പെടും. നമ്മളിപ്പോ ചെയ്യുന്ന ഓരോന്നും എഴുതി വെക്കുന്ന ഈ ഏടുകൾ എന്ത് ചെയ്യും, അത് നിവർത്തപ്പെടും. നമ്മുടെ മുന്നിൽ അതെന്ത് ചെയ്യും, പ്രദർശിപ്പിക്കപ്പെടും. ഇതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഹൗദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്, ഒരു മാസത്തെ ദൂരം വീതിയും നീളവും, അത്രയും വലിയ ഒരു ഹൗദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മഹ്ശറിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടെന്നും അവിടെ മുഅ്മിനീങ്ങൾ അവരുടെ ഈമാന്റെ അളവിനനുസരിച്ച് ഓരോരുത്തർ ആദ്യം കടന്നു ചെല്ലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അതിൽ നിന്ന് കുടിക്കാൻ കൊടുക്കുന്നു. അതിന് വെള്ളത്തിന്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്.
അതുപോലെ തന്നെ സിറാത്ത്, മുടിനാരിഴയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും ആയ നരകത്തിന്റെ മുകളിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ പാലം കടക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അപ്പുറത്തേക്ക് എത്താൻ സാധിക്കാത്ത ഒരു പാലം ആണ് സിറാത്ത്. ഇതിലൊക്കെ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ, ശരിയായ ഈമാനുള്ള തൗഹീദിന്റെ അടിസ്ഥാനമെങ്കിലും ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? അവർ വൻപാപം ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിലും അവർക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അത്തരം ആൾ ഷഫാഅത്തി ലി അഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി എന്നാണ് ഹദീസിലുള്ളത്. എന്റെ ഉമ്മത്തിൽപ്പെട്ട തൗഹീദുള്ള ഈമാനുള്ള ആളുകൾ, അവർ വൻപാപം ചെയ്ത് മരണപ്പെട്ടു പോയ ഒരു കള്ളുകൂടിയനാണെന്ന് വിചാരിക്കും. അവൻ അതിൽ നിന്ന് തൗബ ചെയ്യാതെ അത് നിർത്താതെ തന്നെ തൗഹീദുള്ള ഒരു അവസ്ഥയിൽ അതിൽ തിന്മയിലായിക്കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ലഭിക്കും എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. എങ്ങനെയാണെങ്കിൽ അവന്റെ തൗഹീദ് ശരിയായ തൗഹീദാണെങ്കിൽ, ഈമാൻ കറകളഞ്ഞ ഈമാനാണെങ്കിൽ. അതുപോലെ തന്നെ സ്വർഗവും നരകവും നശിക്കുകയില്ല, കാലാകാലം നിലനിൽക്കുന്നതാണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഒരിക്കലും അവസാനിക്കൂല. മരണത്തെ എന്ത് ചെയ്യും? ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് രണ്ടിന്റെ അടിയിൽ, സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എല്ലാ സ്വർഗക്കാരെയും വിളിക്കും, എല്ലാ നരകക്കാരെയും വിളിക്കും. എന്നിട്ട് ഇന്ന് കാണാൻ പറയും. എല്ലാവരും നോക്കി നിൽക്കുക. എന്ത് ചെയ്യും? മരണത്തെ അവിടെ വെച്ച് അറുക്കും. യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗക്കാരെ നിത്യമായി ജീവിച്ചുള്ള നിങ്ങൾക്ക് എന്തില്ല? മരണമില്ല. നരകക്കാരോട് അങ്ങനെ തന്നെ പറയും. രണ്ടും നശിക്കുകയില്ല. എന്ന് വെച്ചാൽ ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മരണപ്പെട്ട് അതിൽ നിന്ന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയൊരു വ്യക്തി, അത്തരം ആളുകൾ നരകത്തിൽ ശാശ്വതരായിരിക്കും എല്ലാ കാലവും. വലിയ കുഫറാണെങ്കിലും വലിയ ശിർക്കാണെങ്കിലും വലിയ നിഫാഖാണെങ്കിലും അത്തരം ആളുകൾ നരകത്തിൽ ശാശ്വതരായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം സ്ഥാനമുള്ള സൃഷ്ടി എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. സയ്യിദുൽ മുർസലീൻ അല്ലെങ്കിൽ ഇമാമുൽ മുത്തഖീൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും വലിയ ആ സ്ഥാനം, അത് നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് എന്ത്? ഇദ്ദേഹത്തെ പറ്റി ഒരാൾ കേട്ടിട്ട് ഇദ്ദേഹം എന്താണോ കൊണ്ടുവന്ന ദീനായിട്ട് അതിൽ വിശ്വസിക്കാതെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. അവൻ തൗറാത്ത് അങ്ങനെ തന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി, ഇഞ്ചിയിൽ അങ്ങനെ തന്നെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി, ഈ മൂസാ നബിനെ അങ്ങനെ തന്നെ ചാണായി പിൻപറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടതിന് ശേഷം ഒരാൾ ആ റസൂലിൽ വിശ്വസിക്കാതെ അദ്ദേഹം കൊണ്ടുവന്നതനുസരിച്ച് ജീവിക്കാതെ മരണപ്പെടുകയാണെങ്കിൽ അവൻ കാഫിറാണ്. അതിൽ ഇജ്മാ ഉണ്ട്. എന്ന് വെച്ചാൽ പല പുഴകളും ചേർന്നൊരു കടലിൽ എത്തുന്നത് പോലെ ഏത് ദീനനുസരിച്ച് ജീവിച്ചാലും സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയായ വിശ്വാസമല്ല, കുഫറിന്റെ വിശ്വാസം. മറിച്ച് ഇന്ന് ഒരാൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയേ മതിയാവും. അത് മൂസ അലൈഹി സ്വലാം എന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ തന്നെ. അതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്, അതായത് ഈ ഉമ്മത്ത്
ഈ ഉമ്മത്താണ് മറ്റെല്ലാ ഉമ്മത്തുകളെക്കാൾ ശ്രേഷ്ഠം. ഈ ഉമ്മത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ സ്വഹാബത്താണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അല്ലേ? പലർക്കും സ്വഹാബത്തിന്റെ ശ്രേഷ്ഠത അംഗീകരിക്കാൻ പറ്റാത്ത പല ആളുകളും മുസ്ലിം ഉമ്മത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. ഏത് നിലയ്ക്ക് നോക്കുകയാണെങ്കിലും, ഈമാനാണോ ഇൽമാണോ അതല്ല ഇബാദത്താണോ, എന്ത് വിഷയം എടുത്താലും എല്ലാത്തിലും ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ സ്വഹാബത്താണെന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ദീനിന്റെ ഏത് മേഖല എടുത്താലും ഏറ്റവും ഒന്നാമത് സ്വഹാബത്താണ്. സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠത അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു. എന്നുവെച്ചാൽ ഖുലഫാഉർ റാഷിദീങ്ങൾ. ഇവര് നാലുപേരും ഖുലഫാഉർ റാഷിദീങ്ങളാണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ചിലർക്ക് അബൂബക്കർ ഉമറിനെയൊക്കെ പിടിക്കും, അലി റളിയല്ലാഹു അൻഹു കുഴപ്പമില്ല. ഉസ്മാനൊക്കെ പറയുമ്പോ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്, ശ്രദ്ധിക്കണം. അതൊക്കെ ഇജ്മാഇനെതിരാവുന്ന നിലപാടുകളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബത്ത് അവരെല്ലാവരും സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കണം. അതിലെന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഇപ്പോ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, ഒരൊറ്റ ഹദീസിൽ 10 ആളുകളുടെ പേര് പറയുന്ന ആ ഹദീസ് നമുക്കറിയില്ല, വേറെ വിഷയം. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. ഖുലഫാഉർ റാഷിദീങ്ങളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ആവും. സലഫികളുടെ കഥയിപ്പ് ഇതാണ്. ബാക്കിയുള്ളവരുടെ കഥ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ അശറത്തുൽ മുബശ്ശിരീൻ സ്വർഗത്തിലാണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത, ഇന്നയാൾ സ്വർഗത്തിലാണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചു. അവരൊക്കെ സ്വർഗത്തിലാണെന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കുക. അതിലൊക്കെ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ആരെപ്പോലെ? സബഖക ബിഹ ഉക്കാശ. അങ്ങനെ ഒരുപാട് സഹാബത്തിനെ പറ്റി പല സന്ദർഭങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആളുകളെ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു പ്രത്യേക വ്യക്തി സ്വർഗത്തിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുപോലെ നരകത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നസ്സിൽ വ്യക്തമായ തെളിവിൽ വന്ന ആളുകളെ അല്ലാതെ നമുക്ക് ഒരാളെ പ്രത്യേകം അങ്ങനെ തന്നെ എടുത്താൽ നരകത്തിൽ തന്നെ അല്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റില്ല എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഈ പരാമർശിക്കപ്പെട്ട ആളുകൾ ഒഴിച്ചു. അപ്പോ അബൂ ലഹബ് നരകത്തിൽ നമുക്ക് പറയാം, കാരണം പ്രത്യേകം അങ്ങനെ വന്നിട്ടുള്ളതാണ്. തബ്ബത് യദ അബീ ലഹബിൻ വതബ്ബ്. അങ്ങനെ പ്രത്യേകം പരാമർശിക്കപ്പെട്ട ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ഒരാളെ പറ്റിയും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരാളുടെ ഈ 3 തിന്മകൾ, വലിയ ശിർക്ക്, വലിയ കുഫർ, വലിയ നിഫാഖ്, ഇതല്ലാത്ത തിന്മകൾ കൊണ്ട് ഒരു മുഅ്മിൻ കാഫിറാവൂല എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞു. ഈ കാഫിറാവുന്ന കാര്യങ്ങൾ സംസാരം കൊണ്ട് കാഫിറാവുന്ന വിഷയങ്ങളുണ്ട്. അള്ളാഹിനെ ചീത്ത വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ. പ്രവർത്തനം കൊണ്ട് കാഫിറാവുന്ന വിഷയങ്ങളുണ്ട്. വിശ്വാസം കൊണ്ടാവുന്നതുണ്ട്, സംശയം കൊണ്ടാവുന്നുണ്ട്. പിന്നെ ചില പണ്ഡിതന്മാര് പറയുന്നതനുസരിച്ച് ഉപേക്ഷ കൊണ്ട് ഒഴിവാക്കുക, നിസ്കാരം ഒഴിവാക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യുന്ന ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പല മേഖലകളുണ്ട്. സമയമായിട്ടുണ്ട് അല്ലേ? വേഗം അവസാനിപ്പിക്കാം. സ്വഹാബത്ത് എല്ലാവരും
ഉദൂലുകളാണ്. എന്നുവെച്ചാൽ അവർ ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കപ്പെടാൻ അർഹതയുള്ള ആളുകളാണ് അവർ എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. എന്നുവെച്ചാൽ സ്വഹാബത്തിൽ എന്തില്ല? നുണ പറയുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ സ്വഹാബത്തിൽ ഒരാൾ പോലുമില്ല. ശ്രദ്ധിക്കണേ, എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഏതെങ്കിലും ഒരു സ്വഹാബിയെ ചീത്ത വിളിക്കാൻ പറ്റും, അത് ഹലാലാണെന്ന് വിശ്വസിക്കുന്നത് കുഫറാണ്. ശ്രദ്ധിക്കണം, അതെന്ത് കുഫറാണെന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഇന്ന് പല ആളുകൾക്കും ഈ വഴി കൂടെ പോണവർക്കൊക്കെ എന്താ പറയാ, നോണ്ടാൻ പറ്റിയൊരു കാര്യമാണ് എന്ത്? മുആവിയ റളിയല്ലാഹു അൻഹു. ദീനെപ്പറ്റി ഒന്നും അറിയാത്തവനും എന്തെങ്കിലും പറഞ്ഞ് ദീനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുമ്പോ ആകെ അവൻ കൊട്ടുന്ന ചണ്ടയാണ് എന്ത്? മുആവിയ. അടുത്തൊരു വലിയ DGP ഇസ്ലാമിനെ പറ്റി വലിയ പുകഴ്ത്തി സംസാരിക്കുമ്പോ ഇടയിൽ കൂടെ എന്ത് ചെയ്യാ പറയാണ്, ഈ ദീനിനെ കുളവാക്കാൻ വന്ന ആളാണ് ആര്? മുആവിയ. അദ്ദേഹം പറയാം, വലിയ ചാനലിൽ ഇരുന്നിട്ട് പറയാം, ദീനിനെ പറ്റി സംസാരിക്കുമ്പോ ഒന്നിനും കൊള്ളാത്ത ആളുകൾ പോലും എന്തെങ്കിലും സംസാരിക്കുമ്പോ അവരെന്ത് ചെയ്യാണ്? അവർ കൊട്ടുന്നൊരു ചെണ്ടയാണെന്ത്? മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരാളെ പറ്റിയെങ്കിലും ചീത്ത വിളിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിം വിശ്വസിച്ചാൽ അത് കുഫറാണ്. സ്വഹാബത്തിന് ചീത്ത വിളിക്കാൻ പറ്റുന്ന വിശ്വസിച്ചാൽ അത് കുഫറാണെന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. പിന്നെ വേറെ ചിലര് പിടുത്തം വിട്ട കേസുകളൊക്കെ ഉണ്ട്. സ്വഹാബത്ത് മൊത്തം കാഫറാണെന്നും ഫാസിഖാണെന്നൊക്കെ പറയുന്ന, അതൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇനിയിപ്പോ ഒരാൾ അങ്ങനെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്നത് ഹലാലാണെന്ന് വിശ്വസിക്കുന്നൊന്നുമില്ല, ദീനിൽ പറ്റുന്ന കാര്യമാണ് വിശ്വസിക്കുന്നത്, എന്നാലും ചീത്ത വിളിക്കുന്നുണ്ട്. അവൻ ബിദ്അത്ത് മുബ്തദിയാണെന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അവൻ ഹലാലാണെന്ന് വിശ്വസിക്കുന്നില്ല, പക്ഷെ അവൻ ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെയും കുറെ ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ചീത്ത വിളിക്കണം സ്വഹാബത്തിന്, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അവർ ബിദ്അത്തുകാരനാണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? ആയിഷ റളിയല്ലാഹു അൻഹയെ അള്ളാഹു എന്തിൽ നിന്ന് മുക്തയാക്കിയോ, വ്യഭിചാരാരോപണം, അതേ കാര്യം കൊണ്ട് അവരെ ആരോപിക്കുന്നവർ കാഫറാണെന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അള്ളാഹ് പറയാണ് ചെയ്തിട്ടില്ല, അവൻ പറയണെന്ത്? ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരാൾ വാദിക്കുകയാണെങ്കിൽ എന്താ? അത് കുഫറാണ് എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ ഭരണാധികാരിയുടെ വിഷയം, സമഉം ത്വാഅത്തും. ഭരണാധികാരി അള്ളാഹുവിനെ എതിരാകാത്തടത്തോളം അദ്ദേഹത്തെ എന്ത് ചെയ്യുക? കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാന്നുള്ളതിലൊക്കെ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവസാനിപ്പിക്കാം. ബിദ്അത്തുകാരെ ഹജ്ർ ചെയ്യൽ ഇജ്മാ ഉള്ള വിഷയം. ബിദ്അത്തുകാരെ ഹജ്ർ ചെയ്യൽ ഇജ്മാ ഉള്ള വിഷയം. എന്നുവെച്ചാൽ അഹ്ലു സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടൊരു അടിസ്ഥാനമാണ് എന്ത്? ബിദ്അത്തുകാരെ ഹജ്ർ ചെയ്യുക എന്നുള്ളത്. അതിന് ഇസ്തിസ്നാ ഉണ്ട്, എല്ലാ കായികക്കും ഇസ്തിസ്നാ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഗലബത്തുള്ള, നമുക്ക് ഏകദേശം ഒരു ഉറപ്പ് തോന്നുകയാണ് ഇവനോട് ഹജ്ർ ചെയ്യാതിരുന്നാലാണ് ഇവൻ എന്ത് ചെയ്യുക? അവന് അതിലാണ് മസ്ലഹത്ത് കൂടുതൽ. നമുക്ക് ഗലബത്തുള്ള തോന്നുന്ന ആളുകളോട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഹജ്ർ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ബാക്കി എല്ലാവരോടും ഹജ്ർ ചെയ്യാം, എല്ലാ വിധേയക്കാരും. നമുക്ക് ഒരാളോട് അങ്ങനെ നമുക്ക് വ്യക്തിപരമായി അങ്ങനെ തോന്നാണ്, ഇന്ന ആള്, ഇന്ന വ്യക്തി, അവനോട് നമ്മൾ ഹജ്ർ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ മസ്ലഹത്ത്. നമുക്ക് ഏകദേശം ഒരു ഗലബത്തുള്ള തോന്നുകയാണെങ്കിൽ അവനോട് മാത്രമേ ഹജ്ർ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. ഹജ്ർ എന്ന് പറഞ്ഞാൽ കണ്ട സലാം പറയാതിരിക്കുക, സലാം പറഞ്ഞ മടക്കാതിരിക്കുക,
മരിച്ച ജനാസ നിസ്കരിക്കാതിരിക്കുക, രോഗിയായാൽ സന്ദർശിക്കാതിരിക്കുക, മൊത്തത്തിൽ അതിന് പാടെ എന്ത് ചെയ്യുക, അവഗണിക്കുക, ഒഴിവാക്കുക. അങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഇജ്മാഉള്ള വിഷയമാണ്. വിദേഹത്തുകാരോട് വിദേഹത്തുകാർ പോട്ടെ, പച്ചയായി കുഫർ പറയുന്ന ആളുകൾ പോലും സലഫികളാണെന്ന് വാദിക്കുന്ന ആളുകൾ, വിസ്റ്റം പോലുള്ള സംഘടനകൾ, അവരുടെ സ്റ്റേജിൽ വലിയ ആദരിക്കുകയും സംസാരിക്കാൻ സ്പേസ് കൊടുക്കുകയും ചെയ്യുമ്പോഴോ അത് സലഫിയത്തിന് എത്ര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. സലഫുകൾ എന്താ പറഞ്ഞ്, മൻ വഖറ സാഹിബൽ ബിദഅത്തി അആന അലാ ഹദ്മിൽ ഇസ്ലാം. ബിദഅത്തിന്റെ ആളിനെ ഒരാൾ മഹത്വപ്പെടുത്തിയാൽ, വലിയ ആളാക്കി ആൾക്കാരുടെ മുന്നിൽ കാണിച്ചാൽ അവൻ ചെയ്യുന്ന എന്താണെന്നറിയോ, ദീനിനെ പൊളിക്കാൻ സഹായിക്കലാണ്. നമ്മൾ ദീനിനെ പൊളിക്കാൻ കൂട്ടു നിൽക്കുന്ന പോലെയാണ് എന്ത്, ദീനിലില്ലാത്ത, ദീനിനെ കരിവാരിത്തേക്കുന്ന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലാത്ത കാര്യം ദീനായി പറയുന്ന ആളുകളെ നമ്മളെന്ത് ചെയ്യുക, ആദരിക്കുകയും ബഹുമാനിക്കുകയും സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. ഇത് ബിദഅത്തിന്റെ വിഷയമാണ്. കുഫർ പറയുന്ന ആളാണെങ്കിലോ ചെയ്തിട്ടുണ്ട്, വിസ്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു പറ്റി പറയണ്ട. ഈ എന്താ പറയാ, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കം പറയുന്ന പോലെയാണ് വിസ്തത്തിന്റെ അവസ്ഥ. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? പറയാതിരിക്കാൻ നല്ലത്. അത് ഇജ്മാ ഉള്ള വിഷയമാണ്. ബിദ്അത്തുകാരെ ഹജ്ർ ചെയ്യണം. അത് പിന്നീട് പറയണം അതിന്റെ വിഷയം. പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഹ്ലുസുന്നത്തിൽ ഇജ്മാ ഉള്ള മറ്റൊരു വിഷയമാണെന്ത്, തിന്മ ചെയ്യുന്ന ആളുകളെക്കാൾ മോശമാണ് ആര്, ബിദഅത്തിന്റെ ആള്. ഒരാൾ നല്ലോണം ഇബാദത്തുകൾ ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും എപ്പോഴും ഖുർആൻ ഓതും, ദിക്റും നിസ്കാരം ഒക്കെ തന്നെ ഒരു ബിദഅത്തുകാരൻ, അവനേക്കാൾ ഹൈറാണെന്ത്, മറ്റ് തിന്മകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ബിദഅത്തും ഇല്ലാത്ത ഒരു അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് പറയാറുള്ളത് എന്താ, ഫുസ്സാഖു അഹ്ലുസുന്ന ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. അഹ്ലുസുന്നത്തിൽപ്പെട്ട തെമ്മാടികളാണ് ആരെക്കാൾ ഖൈർ റബ്ബിന്റെ അടുക്കൽ, അഹ്ലുൽ ബിദ്അത്തിൽപ്പെട്ട ഉബ്ബാദുകളെക്കാൾ, ഇബാദത്ത് ചെയ്യുന്ന ആളുകളെക്കാൾ. അത് അതൊക്കെ ഇജ്മാ ഉള്ള വിഷയങ്ങളാണ്. അപ്പൊ ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരിൽ റദ്ദ് പറയാ, അവർക്കെതിരിൽ മറുപടി പറയാ, അവര് സമൂഹത്തിൽ ഇത് ദീനല്ലാത്തതിന് ദീനായി തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇത് ദീനെല്ലാം തുറന്നു കാണിക്കുക എന്നുള്ളത് ഫർള് കിഫായ, അതിൽ ഇജ്മാ ഉണ്ട്. ഒരുത്തനും പറയാതിരുന്നാൽ മലയാളത്തിൽ ഒരു ബിദ്അത്ത് സമൂഹത്തിൽ കേരളക്കാർക്കിടയിൽ മൊത്തം പ്രചരിക്കുകയും മലയാളം അറിയുന്ന ഒരാൾ പോലും അത് ബിദ്അത്താണ് അന്ന് സംസാരിക്കുക, അതിന് തൊട്ട് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ മലയാളം അറിയുന്ന എല്ലാവരും ശിക്ഷക്കാരാവും, കുറ്റക്കാരാവും. ഫർള് കിഫായ. ബിദ്അത്തുകാർക്ക് അത് റദ്ദ് പറയാൻ ചില്ലറ വിഷയമല്ല. അത്രയും പ്രതിഫലം കിട്ടുന്ന, ദീനിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ, നമുക്കൊക്കെ പരിചയമുള്ള ഹദീസ്, ഇഫ്തറഖത്തിൽ യഹൂദു അല 71 ഫിർഖ എന്ന് തുടങ്ങുന്ന ഹദീസ്. ജൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞു, നസ്രാണികൾ 72 പിരിഞ്ഞു, എന്റെ ഉമ്മത്ത് 73 പിരിയും, അതിൽ ഒന്നൊഴിച്ച് ബാക്കി എല്ലാവരും നരകത്തിലാണെന്ന് പറയുമ്പോൾ അർത്ഥം ആ ബാക്കിയുള്ള എല്ലാവരും കാഫറുകളാണ്, അവരെല്ലാവരും കാലാകാലം നരകത്തിലാണെന്നല്ല. അതിൽ ഇജ്മാ ഉണ്ട്, അതല്ല അതിന്റെ അർത്ഥം. മറിച്ച് അവരിൽ ഈ പറഞ്ഞ വലിയ കുഫറും വലിയ ശിർക്കും വലിയ നിഫാഖും ഇല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും, പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് സ്വർഗത്തിലേക്ക് എത്തും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായിത്തീരും. എല്ലാവരും, ഈ ഒന്നൊഴിച്ച് ബാക്കി 72 നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായിത്തീരും. അപ്പോ ഇത് ഒരുപാടുണ്ട്, ഞാൻ പ്രധാനപ്പെട്ടത് പറഞ്ഞ് വേഗം അവസാനിപ്പിച്ചതാണ്.
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇജ്മാകളൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത, ഈ ഇജ്മാകൾ ഇങ്ങനെയാണ് ഇജ്മാ എന്ന് മനസ്സിലാക്കിയിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുകൾ തിരുത്തുകയോ അങ്ങനെ അതിന്റെ ഇജ്മാകളുടെ അടിസ്ഥാനത്തിൽ തന്റെ ദീനെ ശരിപ്പെടുത്തുകയോ ചെയ്യാത്തൊരാൾ, അവനാണ് എന്ത് ചെയ്യുന്നത്? ഈ ദീനിനെ കഷ്ണം കഷ്ണാക്കുന്നത്. ഈ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആരാ? ഈ ഇജ്മാകൾ അംഗീകരിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ഇജ്മാന് എതിരാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ്. ശ്രദ്ധിക്കണം. അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഉദരകളൊന്നും ഇല്ലാതെ നമ്മളൊരു ഇജ്മാന് എതിരാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദീനിനെ ഭിന്നിപ്പിക്കുന്നവരാണ്. അല്ലെ? എല്ലാ ആളുകളും പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ എല്ലാവർക്കും സംസാരിക്കുന്ന ഒറ്റ വിഷയം എന്താ? മുസ്ലിമീങ്ങൾ എങ്ങനെ ഭിന്നിച്ച് നിൽക്കാൻ പറ്റൂല. നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എന്താണ്? ഒന്നാവണം. നമ്മളിങ്ങനെ കുറെ കക്ഷികളായി, കുറെ പാർട്ടികളായി, ഇതിങ്ങനെ മുസ്ലിങ്ങൾ എങ്ങനെ തമ്മിലടിച്ച് തമ്മിൽ നമ്മളിങ്ങനെ ഉള്ളിലൂടെ അങ്ങനെ എന്താ പറയാ പാര വെച്ച് അങ്ങനെ നടന്നാ പോരാ. നമുക്കൊക്കെ എല്ലാവർക്കും ഒന്നിക്കണം. എങ്ങനെ ഒന്നിക്കുക? ഓരോരുത്തര് 100 കണക്കിന് ഇജ്മാകൾക്ക് എതിരാവുന്നു. സമസ്തക്കാരായിക്കോട്ടെ, അല്ലാത്ത സംഘടനക്കാരായിക്കോട്ടെ, ഓരോരുത്തരും എതിരാവുന്ന ഇജ്മാകളുടെ ലിസ്റ്റ് എടുത്താൽ 10-100 വരും. ഒരു ഇജ്മാന് പോലും എതിരാവാൻ പാടില്ല. അങ്ങനെ എല്ലാവരും ഒന്നും ആയിക്കോട്ടെ, എല്ലാവർക്കും ഒന്നാൻ പറ്റും, ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും. അങ്ങനെ അല്ലാതെ ആരും ഒന്നാവുന്ന ആരും സ്വപ്നം കാണണ്ട. ഒരു സമൂഹം എന്താവൂല? ഒന്നായിട്ടുമില്ല, ഒന്നാകൂല. സ്വഹാബത്ത് അങ്ങനെ ഒന്നായത്? ഇന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കാൾ 10 മടങ്ങ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന സമൂഹമായിരുന്നു സ്വഹാബത്ത്. അത് നിങ്ങൾ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇന്നീ കാണുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഒന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും വലിയ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്ന ഒരു കൗമ് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഒറ്റക്കെട്ടായി മാറിയത് എങ്ങനെയാണോ അങ്ങനെയല്ലാതെ ഇന്നും ഒറ്റക്കെട്ടാവാൻ സാധിക്കുക. ഈ ശരിയായ ആദർശത്തിലേക്ക് വരാത്ത ആളുകളൊക്കെ ഭിന്നിപ്പിന്റെ ആളുകളാണ്. ഉസ്താക്കന്മാരുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ശരി, സംഘടനയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ശരി, നാട്ടുകാരുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ശരി, എന്തു പറഞ്ഞിട്ടാണെങ്കിലും ഈ ഇജ്മാകൾക്ക് എതിരാവാത്ത രൂപത്തിൽ ദീനിനെ ശരിപ്പെടുത്താത്ത ആളുകളൊക്കെ ഭിന്നിപ്പിന്റെ ആളുകളാണ് എല്ലാവരും. നമ്മളാണെങ്കിൽ നമ്മളങ്ങനെ തന്നെ. അപ്പൊ നമ്മളങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? വിശ്വാസ കാര്യങ്ങളെ ബന്ധപ്പെട്ട ഇജ്മാകൾ ഇവിടെ വളരെ വേഗത്തിൽ സൂചിപ്പിച്ചു. ഒന്നിനു പോലും നമ്മൾ എതിരാകാൻ പാടില്ല. വിശ്വാസപരമായിട്ടുള്ളാണെങ്കിൽ ഒന്നിനു പോലും എതിരായ വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. കർമ്മപരമാണെങ്കിൽ ഒന്നുപോലെ എതിരായ കർമ്മങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഇജ്മാന് പോലും എതിരാകാത്ത രൂപത്തിൽ നമ്മൾ ആകുമ്പോഴാണ് ആ പറഞ്ഞ നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പോകുന്ന ആ വിഭാഗത്തിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ സാധിക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നേടട്ടെ നമുക്കെല്ലാവർക്കും ആ ഒരു രൂപത്തിൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ തുടങ്ങി ദീനിന്റെ എല്ലാ മേഖലകളും ഒരു ഇജ്മാനും പോലും എതിരാകാത്ത ആളുകളായി നമുക്കെല്ലാവർക്കും മാറിത്തീരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.